ദൈവവചന ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കും. ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്, അതാണ് എൻ്റെ അനുഗ്രഹം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഇടയ്ക്ക് ഡാം കെട്ടി തടഞ്ഞു നിർത്തിയപ്പോഴാണ് അതിനകത്തുനിന്ന് ഇലക്ട്രിസിറ്റി പുറത്തു വന്നത്. ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല എന്ന് പറയുന്ന പോലെ ഞാനും ഇങ്ങനെ ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ചില ഡാമുകൾ എനിക്ക് കുറുകെ ഇങ്ങനെ വന്നപ്പോൾ എന്തൊരു സന്തോഷം. പിന്നെ ഇങ്ങോട്ട് ഇലക്ട്രിസിറ്റിയുടെ വരവല്ലേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനൊന്ന് ബലപ്പെട്ടത് അങ്ങനെ, ഞാനൊന്ന് ശക്തിപ്പെട്ടത് അങ്ങനെ. ഇപ്പൊ അതിന്റെ ഇലക്ട്രിസിറ്റി പുറത്തു വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഫാൻ കറങ്ങുന്നു, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു, ജനറേറ്റർ വർക്ക് ചെയ്യുന്നു. പണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കപ്പയ്ക്ക് ഒഴിച്ച്, കുറച്ച് ചെടിക്ക് ഒഴിച്ച്, ഇങ്ങനെ ഒഴിച്ചു തീർക്കുന്ന വെള്ളമായിട്ടിരിക്കുമ്പോൾ പ്രതികൂലമാകുന്ന ഡാമിന്റെ കെട്ടുകൾ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. സ്നേഹിത, എന്റെ മെസ്സേജിന്റെ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഒരു ദൂത് പറയാം. നിങ്ങൾക്കും എനിക്ക് വിരോധമായ പ്രതികൂലത്തിന്റെ മതിൽക്കെട്ടുകൾ ഉയരുമ്പോൾ നീ ഒരു ഡാമായി മാറണം. അത് വെറും കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, അതിനകത്ത് നിന്ന് ഇലക്ട്രിസിറ്റി പുറത്തേക്ക് വരും. വരട്ടെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ വരട്ടെ. ക്രിസ്തീയ ജീവിതത്തിന്റെ 2000 വർഷത്തെ ചരിത്രം പഠിക്കുക. പ്രതികൂലങ്ങളാണ് ക്രൈസ്തവ സഭയെ വളർത്തിയത്. ചർച്ച് ഹിസ്റ്ററി അറിയാവുന്ന ആരെങ്കിലും ദൈവദാസന്മാർക്കെതിരായിട്ട് വിരൽ ചൂണ്ടുപോകും. പൊട്ടൻ, ഊളീസ്. ചർച്ച് ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്ക്. ഡൊമീഷ്യനും നീറോയും ഡയോക്ലീറ്റസും തുടങ്ങി കാലഘട്ടങ്ങളായി വന്ന ഒരുപാട് ചരിത്ര നേതാക്കന്മാർ മുഴുവൻ വേദപുസ്തകത്തെ ചുട്ടരിച്ച് കത്തിച്ച് ചാമ്പലാക്കി ദൈവദാസന്മാരെ നിർത്തി കത്തിച്ച് മൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത ലോക ചരിത്രത്തിന്റെ ഏടുകൾ എടുത്തു നോക്ക്. കർത്താവിന് വേണ്ടി പ്രതികൂലം സഹിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഒരു മനുഷ്യൻ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 29 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ അവൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് യാത്ര പോയി. വഴിയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനവന്റെ വസ്ത്രം കീറി, അവനെ അടിച്ച് മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി ഇട്ടയച്ചു പോയി. രണ്ട് സന്തോഷം. വിട്ടയച്ചു പോകും, ചിലർ ഇട്ടയച്ചു പോകും. രണ്ട് സന്തോഷം. തല്ലാനും മുറിവേൽപ്പിക്കാനും മാത്രം ഒരു ഗ്രൂപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതിന് നീ തെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് അവനോട് ചോദിക്കാം, ബഹുമാനപ്പെട്ട യാത്രക്കാര്, നിന്നെ എന്തിനാ അവരുടെ വസ്ത്രം നിന്റെ വലിച്ചു കീറിയത്? അത് അവരുടെ വസ്ത്രമാണോ? അല്ല, നിന്റെ അല്ലേ? അതെ, പിന്നെന്തിനാ? വസ്ത്രം വലിച്ചു കീറിയാലേ നല്ലപോലെ തല്ലാൻ പറ്റും. അതിനു വേണ്ടിയാണ് അവർ ആദ്യം വസ്ത്രം വലിച്ചു കീറിയത്. എല്ലാവരും നല്ലപോലെ തല്ലാൻ വേണ്ടി ആദ്യം വസ്ത്രം വലിച്ചു കീറും. അപ്പൊ നിനക്ക് വസ്ത്രമുണ്ടല്ലോ, എന്തിനാ വല്ലവന്റെ വസ്ത്രം വലിച്ചു കീറുന്നത്? അതെന്റെ ഒരു സ്വഭാവമാണ്. ചിലരുടെ സ്വഭാവം തന്നെ മറ്റുള്ളവരുടെ വസ്ത്രം വലിച്ചു കീറുന്ന. എന്തേലും ആട്ടു, ആ വിഷയം ഞാൻ വിടുക. അവരെ വസ്ത്രം അവർ വലിച്ചു കീറി, പോരാഞ്ഞ് അടിച്ചു മുറിവേൽപ്പിച്ചു. നിരപരാധികളെ വസ്ത്രം വലിച്ചു കീറി അടിച്ചു മുറിവേൽപ്പിക്കുന്നത് ചില കള്ളന്മാർക്ക് ഇപ്പൊ ഒരു ഹോബി പോലെ, ചെസ് കളിക്കുന്ന പോലെ. ചിലരോട് ചോദിച്ചേ എന്താ ഹോബി? ചില സിനിമാക്കാരോടും ചില രാഷ്ട്രീയ നേതാക്കന്മാരോടും പത്രപ്രവർത്തകർ ഇന്റർവ്യൂ ചോദിക്കല്ലോ, എന്താ ഹോബി? അവർ പറയാണ് ബാഡ്മിൻ്റൺ കളിക്കും, ചെസ് കളിക്കും, പിന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകും. പിന്നെ ചിലരോട് ഇപ്പം ചോദിച്ചാൽ പറയും എന്താ ഹോബി? എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ 4 പേരെ വീഴിച്ചിട്ടേ ഞാൻ ഉറങ്ങും, 4 പേരെ തകർത്തിട്ടേ ഉറങ്ങും, 10 കുടുംബം ഞാൻ കലക്കും, 10 സുവിശേഷ വേലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം പ്രതികൂലം ഉണ്ടാക്കുക. പിന്നെ വേറെ ചിലർ അങ്ങനെയല്ല, 10 ദൈവദാസന്മാരെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടേ ഉറങ്ങൂ, എഴുതിയിട്ടേ ഉറങ്ങൂ, ചെയ്തിട്ടേ ഉറങ്ങൂ. എന്ത് നല്ല ഹോബി! ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആ പ്രതികൂലം, ആ മുറിവുകളാണ് അവനെയും ആ നല്ല ശമരിയക്കാരനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം. എന്റെ സബ്ജക്റ്റ് അവിടെ നിന്നും അല്പം കൂടെ വ്യത്യാസമായിട്ട്
പോട്ടെ, ചിലർ വരട്ടെ, ചിലർ പോട്ടെ, ചിലർ വരട്ടെ, ചിലർ പോട്ടെ, പിന്നെ ചിലർ പോട്ടെ, ചിലർ വരട്ടെ. ഇതെന്താ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പൊന്നു സഹോദര, അവരതിലെ പോയത് നന്നായി. മനസ്സിലായില്ലേ? ഈ വഴിയിൽ കിടക്കുന്ന ഇവനെ, ഈ അർത്ഥപ്രാണനായി കിടക്കുന്നവനെ കാലെ പിടിച്ച് വലിച്ച് ഇവന്മാരാ സാധില്ലെങ്ങാണം ആ കുറ്റിക്കാട്ടിലോട്ട് വല്ല മാറ്റി ഇട്ടിരുന്നെങ്കിൽ ആ ശമരിയാക്കാരൻ്റെ കണ്ണി പെടുവോ? ഇല്ല. ചില നിന്നെ കാണാതെ പോയതാണ് നിന്റെ ഭാഗ്യം, ചില മാറിപ്പോയതാണ് നിന്റെ ഭാഗ്യം, ചില നിന്നെ സഹായിക്കാതിരുന്നതാണ് നിന്റെ ഭാഗ്യം, ചില നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നതാണ് നിന്റെ ഭാഗ്യം. ലേവിയുടെയും അതിലെ കടന്നു വന്ന യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് നന്മ മേടിക്കാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നല്ല ശമരിയാക്കാരനായ, സ്നേഹമുള്ള, സ്വന്തം വാഹനമുഖത്ത് നിന്ന് താഴെ ഇറങ്ങി മുറിവേറ്റവന്റെ അടുത്തേക്ക് ചെല്ലുവാൻ, അവന്റെ കയ്യിലിരിക്കുന്ന വീഞ്ഞും എണ്ണയും അവന്റെ മുറിവിൽ വെച്ച് കെട്ടുവാൻ, വാഹനമുഖത്തിൽ കയറ്റി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് അവന്റെ കൂടെ ആവാർത്ത് അവന്റെ ആവശ്യത്തിന് 2 വെള്ളിക്കാശ് വഴിയമ്പലത്തിലെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് ഇനിയും മടങ്ങി വരാമെന്ന് പറഞ്ഞു പോകുന്ന നല്ല ശമരിയാക്കാരനായ ആരുമായി നിനക്കൊരു ബന്ധം. സന്തോഷമുണ്ടോ? കേട്ട് സന്തോഷമുണ്ടോ? ഈ ബന്ധം നിനക്കുണ്ടാകണമെങ്കിൽ ആ ലേവ്യൻ മാറിപ്പോകണം, ആ പുരോഹിതൻ മാറിപ്പോകണം. സ്നേഹിത, ഇത് പറയുമ്പോൾ സത്യത്തിൽ ഒരു കൊച്ചു ഉദാഹരണം എനിക്ക് പറയണമെന്ന് തോന്നുക. എന്നെ പണ്ട് പട്ടാളത്തിൽ കൊണ്ട് ചേർക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ചിറ്റപ്പൻ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഹിന്ദിക്കാരാണ് മൊത്തം. അവിടെ എന്നെ റെഡിയാക്കി അതിൻ്റെ അളവും തൂക്കമൊക്കെ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. തൂക്കമൊക്കെ കറക്റ്റാണ്. അളന്നപ്പം അവർ പറഞ്ഞു 3 ഇഞ്ച് കമ്മ്, 3 ഇഞ്ച് കുറവാണ്. എത്തിക്കുത്തിയൊക്കെ നിന്നപ്പോൾ ഉച്ചയ്ക്കടിച്ചവരളന്നു. പിന്നെ പറഞ്ഞു ताकत अच्छा है, देखने के लिए भी अच्छा है, आपका मुंह भी अच्छा है, सब अच्छा है, आपका बात करते हो सब अच्छा है, 3 इंच कम है. എല്ലാം കൊള്ളാം, 3 ഇഞ്ച് പൊക്ക കുറവാണ്. സത്യം ഞാൻ പറയാമല്ലോ, എനിക്ക് ഒത്തിരി വിഷമം തോന്നി. ഒരു 3 ഇഞ്ച് കൂടെ പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ. അന്ന് മാത്രമേ തോന്നിയുള്ളൂ, അതിന് മുമ്പ് തോന്നിയിട്ടില്ല, അത് കഴിഞ്ഞും തോന്നിയിട്ടില്ല. എന്താണെന്നറിയാമോ? അന്ന് എനിക്ക് 3 ഇഞ്ച് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ കാശ്മീരിൽ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടതാണ്. ആ 3 ഇഞ്ച് എനിക്ക് കുറവുണ്ടായിരുന്നുകൊണ്ട് ഇന്ന് ഞാൻ അതേ മയക്കം പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അതാ ദൈവത്തിൻ്റെ കൃപ. ചിലരൊക്കെ കാണാതെ പോയതും, ചിലരൊക്കെ നിനക്ക് ഇല്ലാതെ പോയതുകൊണ്ടും, ചില കഴിവ് നിനക്ക് കുറഞ്ഞു പോയതുകൊണ്ടും, ചിലപ്പോഴൊക്കെ ചിലർ നിന്നെ ഫുൾ വിവരദോഷി എന്ന് വിളിച്ചത് കൊണ്ടുമാണ് നീ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നത്. വിളിക്കട്ടെ, വിവരമുള്ളവരെല്ലാം നിന്നെ അങ്ങനെ വിളിക്കട്ടെ. അതുകൊണ്ടല്ലേ ബൈബിളിൽ പറഞ്ഞത്, വായിച്ചു നോക്ക്, 1 കൊരിന്ത്യർ 3-ാമത്തെ വാക്യം, ലോകത്തിന്റെ അറിവ് ദൈവം ഭോഷത്വമാക്കി. അറിവുള്ളവനെന്ന് നീ അഭിമാനിക്കുമ്പോൾ യു ആർ ഫൂൾ. എന്നാൽ എന്നെ ഫൂൾ എന്ന് വിളിക്കുമ്പോൾ, കെ അബ്രഹാമിനെ വിഡ്ഢി, വിവരദോഷി എന്ന് വിളിക്കുമ്പോൾ, ഐ ആം ദ ജെന്റിൽമാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മനുഷ്യനായി മാറുകയാ. വിളിക്ക, ഇനി വിളിക്കുന്നേ എന്നെ ഫൂൾ എന്ന് വിളിക്ക. ഞാൻ യേശുവിന് വേണ്ടി ഒരു ഫൂളാകാൻ തയ്യാറാ. ആത്മപൂർണ്ണൻ, ഭ്രാന്തൻ, പ്രവാചകൻ, ഫൂൾ, അവൻ ഭോഷനാണ്. ഐ ലൈക്ക് ദാറ്റ് നെയിം. അതെനിക്കിഷ്ടം. വിളിച്ചു. ആമേൻ. ഞാൻ വായിച്ച ഏതോ പത്രത്തിന്റെ ഏടുകളിലോ പുസ്തകത്തിലോ ഉള്ള വാക്കുകളിൽ ഒരുപക്ഷെ ഞാൻ വായിച്ചപ്പോഴുണ്ടായതോ അവർക്ക് പ്രിന്റിങ്ങിൽ ഉണ്ടായതോ എൻ്റെ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഞാൻ പറഞ്ഞെങ്കിൽ സ്തോത്രം. സ്നേഹിത, മനുഷ്യന്റെ ശരീരത്തെ രക്തത്തിന്റെ അളവ് പറഞ്ഞപ്പോൾ കെ അബ്രഹാമിന് തെറ്റിയെന്ന്. തെറ്റട്ടെ, കാരണം ഞാൻ നേഴ്സിംഗിന്റെ സാറൊന്നുമല്ലല്ലോ. മനുഷ്യന്റെ ശരീരത്തിന്റെ രക്തം തെറ്റിയാൽ എന്നാ കുഴപ്പം? വേറൊന്നും, ആംസ്ട്രോങ് മരിച്ച ഡേറ്റ് ഞാൻ പറഞ്ഞ തെറ്റാണ്. ഞാൻ നിന്നെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാനും ഫിസിക്സ് പഠിപ്പിക്കാനൊന്നും വന്നല്ലോ കുഞ്ഞേ. ഞാൻ ബൈബിൾ പ്രസംഗിച്ചപ്പോൾ എവിടെയെങ്കിലും യേശുവിനെ കുറിച്ച് തെറ്റിച്ച് പറഞ്ഞതായിട്ട് നീ കേട്ടിട്ടുണ്ടോ? ഉദാഹരണങ്ങൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ചില പത്രങ്ങളിൽ നിന്നോ മാസികയിൽ നിന്നോ കിട്ടുന്ന കുറിപ്പുകൾ പറയുമ്പോൾ അവരുടെ പ്രിന്റിങ്ങിൽ ഉണ്ടായ തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞതുകൊണ്ടോ ഞാൻ പറഞ്ഞതിനകത്തോ തെറ്റ് തന്നെയാ. ആ തെറ്റ് ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് ദൈവരാജ്യം അടയ്ക്കാൻ കഴിയില്ല.
ചിലതൊക്കെ നീ അറിയാതെ പോയതും, ചിലർ നിന്നെ പോഷനെന്ന് വിളിച്ചതും, നിന്നെ വിവരദോഷെന്ന് വിളിക്കപ്പെടും. സന്തോഷിക്കപ്പെടുന്നേ. പക്ഷെ ദൈവം നിന്നെ വിളിക്കട്ടെ ജ്ഞാനി എന്ന്. ദാനിയേൽ ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. ആമേൻ, സ്തോത്രം. അത് നെബൂഖദ്നേസർ രാജ്യത്തെ പത്രത്തിനകത്തെ അറിവെല്ലാം ഉണ്ടായിട്ടല്ല. നെബൂഖദ്നേസറോ ബെൽശസ്സറോ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാനും ആ രാജ്യത്തെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കാനും ധൈര്യമുള്ളവനെയാണ് ഞാൻ ആത്മാവിനാൽ നിറച്ചത്. ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾ മുറിവേറ്റ് വഴിയിൽ കിടക്കുമ്പോൾ, നിങ്ങൾ വേദനിക്കുമ്പോൾ, ആ കൂട്ടത്തിൽ മാറിപ്പോകുന്നവർ നിങ്ങളുടെ മുറിവിൽ ഒരുപക്ഷെ കൂടുതലായി നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാക്കുന്നവരാകാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുറിവിൽ ഒരു വീഞ്ഞോ എണ്ണയോ പകരാൻ താല്പര്യമില്ലാതെ കണ്ടിട്ട് മാറി പോയവർ, ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ പോയവർ. ആമേൻ. ഞാൻ എവിടേക്കോ ചില സന്ദർഭങ്ങളിൽ എൻ്റെ പ്രാർത്ഥനാ വിഷയമായി, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയുമായി സമീപിച്ചപ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞവർ, കേട്ടില്ലെന്ന് പറഞ്ഞവർ ആയിക്കോട്ടെ, അവരെയെല്ലാം ഞാൻ ഈ ലേവിയുടെയും പുരോഹിതൻ്റെയും ലിസ്റ്റിൽപ്പെടുത്തട്ടെ. എന്നാൽ എൻ്റെ വേദനയിൽ എൻ്റെ അടുക്കിലേക്ക് വന്ന ആ നല്ല ശമരിയക്കാരനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഞാനിവിടെ നിർത്താം. ഇതൊരു അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണെന്ന് പറഞ്ഞ് ഇനിയൊരു പുതിയ ബഹളങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞാൻ പറയാം, ആ നല്ല ശമരിയക്കാരൻ എൻ്റെ പിതാക്കന്മാർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണെന്ന്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരാണ് നല്ല അയൽക്കാരൻ? ആരാണ് നല്ല കൂട്ടുകാരൻ? ഒറ്റ ഉത്തരം: നിന്റെ വേദനയിൽ സഹായിക്കുന്നവൻ, നിന്റെ കഷ്ടതയിൽ മുറിവ് കിട്ടുന്നവൻ, നീ വഴിയിൽ കിടക്കുന്ന കാണുമ്പോൾ മാറിപ്പോകുന്നവനല്ല, അടുത്തു വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. നിർത്തട്ടെ, നമുക്കുമാകാം അങ്ങനെ ഒരാളായി. ഒരു നല്ല അയൽക്കാരനാകാം, ഒരു നല്ല സ്നേഹിതനാകാം. മനസ്സുണ്ടോ? ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു പുതിയ അനുഭവത്തിനായി, ഒരു പുതിയ സമർപ്പണത്തിനായി ഇങ്ങനെ പ്രാർത്ഥിച്ചു നിർത്തട്ടെ. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഫൂളാണ്, ഞങ്ങൾ പലപ്പോഴും പോഷന്മാരായിട്ടുണ്ട് അങ്ങയുടെ വചന നിമിത്തം. യേശുവേ, അങ്ങയുടെ പുസ്തകം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കില്ലാതിരുന്ന പ്രതികൂലം അങ്ങയുടെ പുസ്തകം എടുത്ത ശേഷമുണ്ട്. അതങ്ങയുടെ നാമം നിമിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നാഥ, ഈ മുറിവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായി ബന്ധപ്പെടാൻ ഒരു അവസരമാക്കി തന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ അത് നിമിത്തം മറ്റുള്ളവരെ മുറിവ് കിട്ടുന്നവരായി തീരുവാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.